മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്താണ് നീ തെക്ക് വടക്ക് നോക്കി നടക്കുന്നത്? നിൻ്റെ ഭർത്താവ് തോമസ് വൈദ്യരുടെ അവിടെയല്ലേ? നീ ഒരു ദിവസം നിന്നിട്ട് ഡ്രസ്സ് എടുത്തിട്ട് പോവാമെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്താ നീ പോവാതെ നിൽക്കുന്നത് എന്ന് ദുർഗ കരുണയോട് ചോദിക്കുകയാണ് കേട്ടോ. ഒന്നുമില്ല അമ്മേ, ഞാൻ എന്തായാലും പോവാമെന്ന് പറയുകയാണ് കേട്ടോ. നീ ഒരു ഗർഭിണിയല്ലേ, ഞാൻ ഭക്ഷണം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതെടുത്ത് കഴിച്ചിട്ട് നീ പോവാൻ നോക്ക് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. നീ എന്തായാലും പൂജാ റൂമിൽ കയറി പ്രാർത്ഥിച്ചതല്ലേ, അതുകൊണ്ട് ഞാനിനി അവിടെ പോയി കയറിയിട്ട് ഇത്തിരി രാമായണം വായിക്കട്ടെ, കുഞ്ഞിന് ഒരാപത്തും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അതേപോലെ കണ്ണനും മഹിക്കും ആ കുഞ്ഞിനുമുള്ള സ്ഥാനം ഒരിക്കലും എനിക്ക് നിങ്ങൾക്ക് തരാൻ കഴിയില്ല എന്ന് പറയുകയാണ് കേട്ടോ. എന്ത് കേൾക്കുമ്പോൾ തന്നെ കരുണ മനസ്സിൽ വിചാരിക്കണം കേട്ടോ, ഞാനേ ആഗ്രഹിച്ച കാര്യം എന്തായാലും ഉടനെ നടക്കും എന്നിങ്ങനെ പറയുക. എന്താ നീ പറഞ്ഞത്, എന്താ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഒന്നുമില്ല എന്ന് പറഞ്ഞതിന് ശേഷം കരുണ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ പ്രതാപനും ഉണ്ണിയും കൂടി സംസാരിക്കുകയാണ്. പ്രതാപന് ആകെ മൊത്തം ഒരു അസ്വസ്ഥതയാണ് കേട്ടോ. ഒരാളും ഫോണ് വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ഞാൻ ആ ജാനമ്മയുടെ മോനെ വിളിച്ചു, അവനാണെങ്കിലും ഫോൺ എടുക്കുന്നില്ല എന്നിങ്ങനെ പറയണം. മോളും വിവരം തന്നിട്ടില്ല എന്ന് പറയണം. അതിനെ എന്തെങ്കിലും സംഭവിച്ചാലല്ലേ നടക്കുകയുള്ളൂ. എന്തായാലും അത് സംഭവിക്കില്ല, കാരണം അവർക്ക് അത്രയ്ക്കും ദൈവിക ശക്തിയുള്ളതാണ്. അവർക്ക് രണ്ടുപേർക്കും ജനിച്ച കുഞ്ഞിന് ഒരാപത്തും സംഭവിക്കില്ല എന്ന് പറയടാ. നീ അങ്ങനെ പറയാതെ എന്ന് പറയും. ഞാൻ പറയുന്നത് എന്താ, ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്, അതേ സംഭവിക്കുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. പൊതുവും നടക്കണം, അതിന് എന്തെങ്കിലും സംഭവിക്കണം എന്നുണ്ടെങ്കിൽ എന്ന് ഉണ്ണി പ്രതാപനോട് പറയുകയാണ് കേട്ടോ. പിന്നീട് മഹിയും കണ്ണനും കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അയ്യോ, ആ ജാനമ്മയുടെ കാര്യത്തിൽ ലേഖ ഭയങ്കര പ്രശ്നമാണ്, ലേഖ എങ്ങനെയൊന്നും പറയണ്ടായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. എന്തായാലും ലേഖയോട് പറയുക എന്ന് പറയുമ്പോൾ തന്നെ അനന്തം അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. എടാ എന്തായി എന്ന് ചോദിക്കും. അത് ഇത്തിരി ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, ഒന്നും പറയാറായിട്ടില്ല എന്ന് പറയും. അയ്യോ വളരെ കഷ്ടമായല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നീട് കണ്ണൻ പറയും, എടാ ഞങ്ങൾ ഇന്ന് വീട്ടിലേക്ക് പോവുകയാണ്, ഒരു ദിവസം നാളെ രാവിലെ എന്തായാലും ഇങ്ങോട്ടേക്ക് വരാം, കുഞ്ഞിനെയും കൊണ്ട്. എന്തായാലും കുഞ്ഞിനെ കണ്ടിട്ടില്ലല്ലോ, ഒന്ന് കാണിക്കട്ടെ എന്ന് പറയും കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് തന്നെ അനന്ത് പറയും, ലേഖയോട് പറഞ്ഞോ എന്ന് ചോദിക്കും. ലേഖ പെട്ടെന്ന് തന്നെ വന്നിട്ട് പറയും, ഞാൻ പറഞ്ഞു, അതിനെന്താണ്, കൊണ്ടുപോകട്ടെ എന്ന് പറയും കേട്ടോ. അതേസമയം ലേഖയ്ക്ക് ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ കണ്ണൻ പറയും, എടി ഒരു ദിവസത്തെ കാര്യമല്ലേ, നാളെ രാവിലെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. പിന്നീട് കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, നാളെ രാവിലെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരും. പിന്നെ എൻ്റെ കൂടെ മഹിയും ഓഫീസിലേക്ക് വരും. പിന്നെ നീ തന്നെ പെറ്റമ്മയും പോറ്റമ്മയും പിന്നെ എന്താണ് എന്ന് പറയുന്നത്. ഈ ഒരു ദിവസത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇത്രയും പ്രശ്നമാണെങ്കിൽ ഞാൻ ഓണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ ലേഖ പറയുകയാണ്, അത് സാരമില്ല, നമ്മൾ ഒരുപാട് ആൾക്കാരെ സ്നേഹിക്കുമ്പോൾ അവർ വിട്ടുപിരിയും, അങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ, അത് കുഴപ്പമില്ല എന്ന് പറയണം കേട്ടോ. പക്ഷേ ചങ്ക് പടയുന്ന വേദനയുണ്ട് അനന്തനും. അനന്തവും പറയും, അങ്ങനെയൊന്നും കരുതണ്ട, നീ എന്തായാലും നീ ഇപ്പം ഇങ്ങനെ പ്രശ്നമായിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണല്ലോ എന്ന് പറയണം കേട്ടോ. പിന്നീട് മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് ലേഖ കുഞ്ഞിനെ മഹിടയിൽ കൊടുക്കുകയാണ്. അവരോട് യാത്ര പറഞ്ഞിട്ട് മഹി പോവുകയാണ് കേട്ടോ. ആ സമയത്ത് പറയുന്നുണ്ട്, മഹി നീ വിഷമിക്കേണ്ട, ഞാൻ അവിടെ പോയതും വീഡിയോ കോളിൽ വിളിക്കുക, നാളെ രാവിലെ വരുമല്ലോ, പിന്നെന്താണ് എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അതേസമയം ലേഖ പറയുന്നുമുണ്ട്, അവിടെ പോയിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവർ പോയതിന് ശേഷം ലേഖ ആകെ മൊത്തം കരയുകയാണ് കേട്ടോ. അനന്ത് വന്നിട്ട് പറയും, എന്താ ലേഖ നീ ഇങ്ങനെ, കണ്ണൻ പറഞ്ഞ പോലെ തന്നെ ഓണം കഴിഞ്ഞ് അവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ ലേഖ പറയണേ, എനിക്കറിഞ്ഞുകൂടാ, കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ ഞാൻ മഹിയെ നോക്കാൻ തുടങ്ങിയല്ലേ, അതിനുശേഷം കുഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ അതെൻ്റെ കുഞ്ഞല്ലെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ആ കുഞ്ഞ് പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം, അത് സാരമില്ല, ശരിയായിക്കോളും എന്നിങ്ങനെ പറയണ കേട്ടോ. മഹിക്ക് അവിടെ താമസിക്കാൻ പറ്റാത്ത കാരണമാണ് ഇവിടെ കൊണ്ടുവന്ന് താമസിച്ചത്, അതൊരു അബദ്ധമായല്ലോ എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ. എന്താ അനന്തേട്ട അങ്ങനെ പറയുന്നത്, എന്താ ഒരു അബദ്ധമായി എന്ന് പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. നീ നിന്ന് ആഹാരവും കഴിക്കില്ല, ഒന്നും കഴിക്കില്ല, നീ ആകെ ടെൻഷനായിട്ട് നടക്കുകയില്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ലേഖ പറയുന്നുണ്ട്, അനന്തോട്ടന് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ, വിശപ്പുണ്ടാവുമോ, അത് സത്യമല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അത് ശരിയാണ്, അനന്തോനെ ആകെ മൊത്തം വിഷമിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിൽ നമ്മുടെ കരുണ അങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ. പെട്ടെന്നാണ് കാറ് വരിക കേട്ടോ. കാറ് വരുന്നതും കരുണ അങ്ങനെ പകച്ചു പോവുകയാണ്. ഓടി വന്ന് നോക്കുമ്പോൾ കാറിൽ നിന്ന് കണ്ണനും മഹിയും കൂടി ഇറങ്ങി വരികയാണ് കേട്ടോ. അതിനു മുമ്പ് നമ്മുടെ ദുർഗ പൂജാമുറി കയറിയിട്ട് രാമായണം വായിക്കുകയാണ് കേട്ടോ. ദുർഗതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. പിന്നീട് ഡോറടിക്കുകയാണ്. പുറത്തവർ വന്ന് ഇറങ്ങിയതും തന്നെ രാമായണം വായിക്കുന്നത് കണ്ണൻ കേൾക്കുന്നത്. ആരാണെന്നറിയില്ല, രാമായണം വായിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കണം. കരുണ പെട്ടെന്ന് തന്നെ പോയിട്ട് ഡോറ് തുറന്നു കൊടുക്കണം കേട്ടോ. ഡോറ് തുറന്നതിന് ശേഷം കുഞ്ഞിനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. മഹിയും കണ്ണനും അകത്തേക്ക് വരികയാണ് കേട്ടോ.
എന്താടി നീ കുഞ്ഞിനെ എങ്ങനെ നോക്കുന്നത് എന്ന് ചോദിക്കുക. ഒന്നുമില്ല, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ ചോദിക്കുക. ഒരു കുഴപ്പമില്ല, ഇന്നലെ പാല് മാറി കൊടുത്തതാണ്, അതുകൊണ്ടാണ് കുഞ്ഞിനുള്ള പ്രശ്നം എന്നിങ്ങനെ പറയണം കേട്ടോ. എന്നിട്ട് ഉണ്ണയ്ക്ക് വിശ്വസിക്കാനേ പറ്റണില്ല കേട്ടോ. അതിനുശേഷം ദുർഗ രാമായണം വായന കഴിഞ്ഞ് മടക്കി വെച്ചതിന് ശേഷം തൊഴുതതിന് ശേഷം വരികയാണ് കേട്ടോ. വന്നതും കാണുന്നവരെയാണ് എൻ്റെ ചക്കര മോളെ എന്ന് പറഞ്ഞിട്ട് ഓടി വരികയാണ് കേട്ടോ. അതിനുശേഷം മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ചോദിക്കുക. ഇല്ല, ഒരു കുഴപ്പമില്ല. എന്താടാ നീ ഒന്ന് വിളിച്ച് പറയാതിരുന്നത്? ഞാൻ പൂജാ റൂമിൽ കയറിയിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു മോൾക്ക് വേണ്ടിയിട്ട് എന്നിങ്ങനെ പറയണം കേട്ടോ. ഇതൊക്കെ എപ്പോൾ തുടങ്ങിയ അമ്മ എന്ന് ചോദിക്കുകയാണ്. രാമായണ മാസമല്ലേ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് എന്ന് പറയണം കേട്ടോ. അതിനുശേഷം കുഞ്ഞിനെ ഇങ്ങനെ എടുത്തിട്ട് കൊഞ്ചിക്കുകയാണ് കേട്ടോ. കൊഞ്ചിക്കുന്ന സമയത്ത് അതേപോലെ കരുണേനെ ഇങ്ങനെ മുഖം വെറുപ്പിച്ച് നിൽക്കുമ്പോഴേ പറയുന്നുണ്ട് കേട്ടോ, ഇവളുടെ സ്വഭാവം ഇനിയും മാറിയിട്ടില്ല. ഇവിടുന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് പൂജാ റൂമിൽ കയറിയിട്ട് പ്രാർത്ഥിച്ചു എന്നിങ്ങനെ പറയാം. ഞാനേ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചതാണ് എന്ന് പറയും. നീ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. നീയും നിൻ്റെ ഉണ്ണിയുടെയും സ്വഭാവം മാറ്റാതെ ഒരിക്കലും നിങ്ങളെ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല എന്ന് ദുർഗ പറയണം കേട്ടോ. പിന്നീട് മുഖം വെറുപ്പിച്ച് നിൽക്കുന്ന കരുണ പറയും, ഇത് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും വീടാണെന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ എപ്പോൾ ഇറങ്ങണം പറഞ്ഞാലും ഞങ്ങൾ ഇറങ്ങിപ്പോയിക്കോളും എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് ദുർഗ ഇങ്ങനെ കൊഞ്ചിക്കുകയാണ് കേട്ടോ കുഞ്ഞിനെ. എന്നെ കാണാൻ കൊണ്ടുവരാനിരുന്നത് ഞാൻ എന്തെങ്കിലും പേടി കൊണ്ടാണോ എന്നൊക്കെ ചോദിക്കണേ. അങ്ങനെയൊന്നും ഇല്ല അമ്മേ എന്ന് പറയണ്. കരുണ എന്നിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് പോവുകയാണ്. കരുണ പോയതും തന്നെ കണ്ണൻ പറയുന്നുണ്ട്, അമ്മേ അവളൊരു ഗർഭിണിയല്ലേ, ഒന്നും ഇനി പറയണ്ട എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അവളുടെ സ്വഭാവം നിനക്ക് അറിയാഞ്ഞിട്ടാണ്, അവളെ ഒരിക്കലും അവൾക്ക് മാറാൻ സാധിക്കില്ല, അത് ഉറപ്പായ കാര്യമാണ് എന്ന് പറയും. നിങ്ങൾ വന്നത് തുടങ്ങിയിട്ട് അവൾക്ക് ആകെ കരിപൂണ്ടി നിൽക്കുകയാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ കണ്ണനും മഹിയാകെ പകച്ചു പോവുകയാണ് കേട്ടോ. അതിനു മുമ്പ് കണ്ണൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് പേരക്കുട്ടി വരുന്നുണ്ടല്ലോ ചോദിക്കും. ആ കുഞ്ഞിനെ ഒരിക്കലും എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല എന്ന് തുറന്നടിച്ച് പറയണം കേട്ടോ കരുണയുടെ മുൻപിൽ. അത് കേൾക്കുമ്പോൾ കരുണയ്ക്ക് ആകെ വിഷമം വരികയാണ്. ഇതാടാ എൻ്റെ പേരക്കുട്ടി, ഇതാണ് എൻ്റെ ചക്കര മോളാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അമ്മ ഒരുപാട് ലേഖയ്ക്കും അനന്തപുരം ഭയങ്കര വിഷമമായി എന്ന് പറയും. അവരോട് ഇവിടെ വന്ന് നിൽക്കാൻ പറയുക എന്ന് പറയണ്. ഇല്ല, നാളെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാലും ലേഖയ്ക്ക് നോക്കാമല്ലോ, മഹി എന്തായാലും എൻ്റെ കൂടെ ഓഫീസിലേക്ക് വരുമല്ലോ എന്നിങ്ങനെ പറയടാ, അപ്പോഴും എനിക്ക് ഈ കുഞ്ഞിനെ നോക്കാൻ തരില്ല അല്ലേ എന്നിങ്ങനെ ദുർഗ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ അതൊന്നുമില്ല അമ്മേ, അങ്ങനെയൊന്നുമില്ല എന്ന് കണ്ണൻ പറയണ്. അതിനുശേഷം റൂമിൽ വന്ന കരുണ ആകെ ദേഷ്യത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ സ്വയം ശപിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന കരുണയെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.